ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ കുക്ക് വിത്ത് സിസ്റ്റർ ആണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം 3 ഡിഷാണ് കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം വെറൈറ്റി ആയിട്ടുള്ള 3 ഡിഷസാണ്. എന്താ പറയുക, കുറച്ച് ഈസി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചോട്ടിക്കാനും മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, കയറി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി ഇട്ടോ തരാം. ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഇട്ട് കൊടുക്കാണ്. ഒരു പച്ചമുളക് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മിക്സറാണ് കേട്ടോ. മിക്സറാണ് വേണ്ടത്. മിക്സർ ഇട്ടില്ല കുറച്ച്. എന്തേ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി കുറഞ്ഞോയാ, കുറച്ചുകൂടി വെക്കാൻ കൊടുക്കും. മതി. അപ്പം നമുക്ക് മിക്സർ ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊരു പണിയുണ്ട് ഗൈസ്. നമ്മൾ പപ്പടം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാന്ന്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബാദുഷാ. ഒരാൾ ബാദുഷ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് ബാദുഷയാണ്. അപ്പൊ ഗൈസ്, നമ്മൾ കത്തിക്കാൻ പോവുകയാണ്. ഓക്കെ, കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വെക്കാം. നമ്മൾ അതിന് മുന്നേ ഈർക്കില് കാണുന്നു. കുറച്ച് ഈർക്കിലിയാ ഇങ്ങനെ ഇതിങ്ങനെ അപ്പൊ നമുക്കത് പോയി എടുത്തിട്ട് വരാം. ഈർക്കില് വേണം. ഈർക്കില് എടുത്തിട്ട് വരാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ തൂപ്പിക്കണ്ടോ? ആ, അപ്പൊ ഇതാ നമ്മള് ഇങ്ങനെ കുത്തിയിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. പപ്പടത്തിന്റെ മണ്ണ് വെച്ചാതി മണോ കത്തിക്കാതെയാണ് നമ്മള് എടുത്തിട്ട്. സോറി ഗൈസ്, എല്ലാം കൂടി എന്തെങ്കിലും ഓണാക്കുന്നു. അപ്പൊ ഇതാ നമ്മളിത് ഇടാൻ വേണ്ടി പൊട്ടിക്കാണ്ട് നിർത്തിക്ക്. ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ച് ഗൈസ്, നല്ല മഴ പെയ്യുന്നു. പപ്പടം പൊട്ടുന്ന ഗൈസ് ശരിയില്ല. കുഞ്ഞി പപ്പടം ഇപ്പൊ വലിയ പപ്പടം. അത് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നു. കൊറേ വെച്ചിട്ട് ഞാൻ പൊരിച്ചെടുത്ത് ഞാൻ ഇട്ടുതരാം. ചെയ്യാൻ പോണ ഗൈസ്, നമ്മൾ പപ്പടം പൊടിച്ച് അതിലേക്കിട്ടില്ല. നമ്മൾ വേറൊരു മോഡൽ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ പപ്പടം ഇതിലേക്ക് പൊടിച്ചിട്ടിട്ട് മിക്സ് ആക്കി എടുത്തിട്ടാ കഴിച്ചു നോക്കാം. അതുപോലെ നിങ്ങൾ കഴിച്ചു നോക്കും പൈസ. നമ്മുടെ ഇതാണ് നമ്മളെ മിക്സ് ചെയ്യാണ്ട്. ഇതാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഡിഷ് ഇതാ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് പോകും. അടിപൊളിയാണ് ഗൈസ്. കൊള്ളാം കേട്ടോ. കുറച്ച് നാരങ്ങ നീര് കൂടെ പിന്നെ സെറ്റ് ചെയ്യും. അങ്ങനെ സ്വീറ്റ് അല്ലേ? നമ്മൾ 2 സ്വീറ്റ്സ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചായ ഉണ്ടാക്കാൻ പോകും. സെക്കൻഡ് ഡിഷായ ബാദുഷ. ബാദുഷ ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഉണ്ടാക്കുന്നുട്ടാ. അപ്പോ ഉണ്ടാക്കും. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കുന്ന ചീരനൊക്കെ ഫസ്റ്റ് നമുക്ക് ഒരു 2 കപ്പ് 1 കപ്പ് മൈദ. കുറച്ച് ബാഗ് കൊടുക്കും. ഓക്കെ,
മൈദപ്പൊടി 1 കപ്പ്. 1 കപ്പ് അരക്കുന്ന കപ്പ് 1 കപ്പ് ഒരു കപ്പ് രണ്ടപ്പോൾ മൈദപ്പൊടി എടുക്കാം. എടുക്കുക. ഓക്കെ, ഉണ്ടാക്കി പഞ്ചസാര ഇട്ടെടുക്കുക. ടേസ്റ്റ് ഒരു ഫെറോറ് തിന്നോ? വേണ്ട, ഞാൻ തിന്നതാണ്. അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, പിഞ്ചുപ്പ്, പിഞ്ചുപ്പ്, പിന്നെ ഒരു ബേക്കിംഗ് സോഡ വേണം. 1 നുള്ള് ബേക്കിംഗ് സോഡ. അതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. മിക്സ് ആക്കുക. നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം 1/2 kg നെയ്യ് വേണം കേട്ടോ. മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. എടുത്തിട്ടും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൈ വെച്ച് മിക്സ് ചെയ്യണം. അതിന് കൈ വെച്ച് മിക്സ് ചെയ്തു. ഇതിലൊന്നും എടുത്തോ. എനിക്ക് കുറച്ച് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കണക്കാം. വെള്ളം കൂടിപ്പോയി. കാണുന്നുണ്ടാണ്. അപ്പൊ ഇതാ നമ്മളിത് സാധനം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെയാണോ? അപ്പൊ ഇത് അതിലിട്ടാട്ടെ. നല്ല മറ്റേ പാൽക്കോവയില്ലേ, പാൽക്കോവന്റെ ടേസ്റ്റ് ഉണ്ടത്. അപ്പൊ ഇത് ക്ലീൻ ചെയ്തോട്ടെ. നെക്സ്റ്റ് നമുക്ക് ആക്കണം. അത് വെച്ചിട്ട് ആൾക്ക് പാക്കിയാ പോലെ പൊരിച്ചിട്ട് ഞാൻ അതിലേക്ക്. മൂന്നാമത്തെ അന്റെ ഡിഷിന്റെ പ്രിപ്പറേഷൻ തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് റൊട്ടിയാണ് വേണ്ടത് കേട്ടോ. റൊട്ടി, കുറച്ച് തേങ്ങ വേണം. മെയ്ഡാണ്. അപ്പൊ അത് മൂന്നും വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സാധനം എടുക്കാം. അപ്പത്തേക്ക് ഓള് മറ്റേ ഷുഗർ സിറപ്പ് ഉണ്ടാക്കും. അപ്പൊ കഴിച്ച് നമ്മൾ തേങ്ങ ഇവിടെ ചെറിയ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത നട്ട്സ് ആണ്. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ കുറച്ചും കൂടി ഇടാം. അപ്പൊ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സംഭവം. അപ്പൊ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാം. ഇതൊക്കെ ഉണ്ടാ നമ്മള് കുഞ്ഞു സാധനം ഇതുപോലെ ഉണ്ടാക്കണ്ടേ. ഇതാ വടന്റെ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ ഒന്നും ആയി കൊടുക്കണമെന്നില്ല. അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമുക്ക് ഒന്നും കൊടുക്കാം. അപ്പോ ഇതാണ്, ഈ ഷേപ്പിലാണ് ആയി കൊടുക്കേണ്ടത് കേട്ടോ. റെഡി ആയിട്ടുണ്ട്. അപ്പൊ ബാക്കി ഓളിത് ചെയ്തോണ്ടിരിക്കാണ്. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നേരെ നമ്മളിവിടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണുള്ളത്. അതുകൂടെ അപ്പൊ ഇതാ ഇവിടെ കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസും കൂടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം എന്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോ കുറച്ച് പണിയും കൂടെ ഉള്ളൂ. കുറച്ച് മേലെ വെച്ചെടുത്തിട്ട് ടേസ്റ്റും കൂടി ചെയ്യണം. അപ്പൊ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വായുള്ളിപ്പോവും. അപ്പൊ ഗൈസ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിഷ് ഉണ്ടാക്കാൻ പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് റൊട്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടാ. നേരത്തെ നമ്മൾ ഇവിടെ മസാല ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മൈദന്റെ ഒരു മാവും വേണം. പിന്നെ കുറച്ച് പഞ്ചസാരന്റെ സിറപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ റൊട്ടി ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മൾ ചൂടാക്കി എടുക്കാൻ പറ്റി പോവാണ്. കുറച്ച് സമയം ചൂടാക്കി എടുക്കാം. നമുക്ക് ഇത് റെഡി ആയെന്ന് നോക്കാം. നൂഡിൽസ് ഇതിലേക്ക് ഇതാവാതെന്തോ വായിക്കും. ഒന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പരത്തി കൊടുക്കാം.
നമുക്ക് ഇതിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. ഇത് റോൾ ചെയ്ത് കൊടുക്കാം. സെറ്റ് പൊട്ടാൻ കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രം എടുത്താൽ ഒന്നാമത് റൊട്ടി നല്ല റൊട്ടിയായിരിക്കും. അതാണ് റൊട്ടി നല്ല റൊട്ടി അല്ലെങ്കിൽ റൊട്ടി പൊട്ടിപ്പോവും. ചൂടായതുകൊണ്ട് ഇത് ഓഫാക്കട്ടെ? അപ്പൊ നമ്മൾ ഇതായതും കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം വൃത്തിക്ക് കിട്ടി ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ ഫ്രൈ ചെയ്യാം. അതെ, ഫ്രൈ ചെയ്യാം. ഫസ്റ്റ് സ്പൂൺ വേണം. എന്താണ് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. കൂട്ടാണെന്തോ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് അല്ലാതെ നമുക്ക് എന്തോ പറഞ്ഞു. Subject. അങ്ങനല്ല, നമുക്കിത് നമ്മൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ ചോദിച്ചു പോയിട്ട് അപ്പൊ നമുക്ക് എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മള് ഫ്രൈ ഇങ്ങനെ ചെയ്ത് പൊട്ടിപ്പോയി ഗൈസ്. ബാക്കിയെല്ലാം ആയിട്ട് വരുന്നുണ്ട്. നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഓ ഉമ്മാമ വന്നിട്ടുണ്ട്. ഞാൻ വെക്കുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മളെ ഉമ്മാമ. കരിഞ്ഞു പോയി. ഞാൻ കുറച്ചിട്ടുണ്ട്. ഇതാ ഗൈസ്, പിന്നെ കാണിക്കാം കേട്ടോ. കുറച്ച് കരിഞ്ഞു പോയെന്നൊരു ഡൗട്ട് ഉണ്ടോ? കരിഞ്ഞു പോയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ കേട്ടോ. നമുക്കിത് എടുക്കാം. നമുക്കിത് ഇങ്ങനെ എടുക്കാം. നേരെ സിർപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിർപ്പിലേക്കല്ല, പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പാത്രത്തിൽ ഇട്ട് കൊടുത്തേ. അവൾ റോങ് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് തരുന്നു. ഓ, ഞാൻ വേറൊരു സാധനം കണ്ടുവച്ചിട്ടുണ്ട്. അതിനകത്ത് ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് വേണ്ട, നമുക്ക് നാണ്ടാക്കാം. അത് നമ്മൾ പിന്നെ ദിവസം ഉണ്ടാക്കുന്നതായിരിക്കും. കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ഐറ്റാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മുക്കി എടുക്കാം. കാണിക്കണ്ടേ ഗൈസ്? ബാ കാണിച്ചു തരാവേ. ഇത് ഗൈസ് കണ്ടോ? മറിച്ചിട്ട് കൊടുക്കാനുള്ള പണിയാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിയുന്നില്ല മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ, നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഗൈസ് പൊട്ടാണ്ട് ഇട്ട് കൊടുക്കണം. ചിലപ്പോൾ ഷുഗർ സിറപ്പിലായതുകൊണ്ട് ചാൻസ് ഉണ്ട്. ലാസ്റ്റ് അവിലും തന്നെയായി. അത് പായസം കളിക്കൂലുണ്ട്. എല്ലാവരുടെ കൈ ചൂടായി. ഇത് കുറച്ച് അവിലും കഞ്ഞി പോലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് കാണാൻ കിട്ടും. അപ്പൊ ഗൈസ് ഇതാണ് നമ്മൾ ഐറ്റം. നമുക്ക് ഇത് കഴിച്ചു നോക്കാം. ചൂടുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് നമുക്കിത് കഴിച്ചു നോക്കാം. അങ്ങനെ ടേസ്റ്റ് ഉണ്ട്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ടാണ്. മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. അടിപൊളി ടേസ്റ്റ്. അപ്പത്തിലുള്ള ഗൈസ് നമ്മൾ 3 ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.